ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 5 കോഴിമുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണോ പലഹാരം നമ്മൾ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ബീറ്റർ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഇത് അടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ പരുവം തെറ്റിപ്പോവും. ഈ ഒരു പലഹാരം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിന് 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സ്പൂണും നിറയെ എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയിലും റവ പൊടിച്ചെടുത്തിട്ടും അല്ലെങ്കിൽ അവൽ പൊടിച്ചെടുത്തിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോ പൊടിയിൽ ചെയ്തെടുക്കുമ്പോഴും അതിൻ്റേതായ ടേസ്റ്റിനും പരുവത്തിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ്. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊരു റിങ്ങും ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിലൊരു അരിപ്പത്തട്ട് വെച്ച് കൊടുത്തിട്ട് റിങ് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലൊരു പ്ലേറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ മൗൾഡിലോ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഹോളിൽ പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതൊരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് സമയമായപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് ഇതിൻ്റെ വക്ക് ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടോടെ തന്നെ ആയതുകൊണ്ടാണ് ഞാനിതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ചൂടാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് തനിയെ ഇളകി വന്നോളും. ഇനി നമുക്കിത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.